സമൂഹ മാധ്യമങ്ങളിൽ നരേന്ദ്രമോദി പ്രധാനമന്ത്രിയെ അപമാനിച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങൾ നടത്തിയെന്നുള്ളതാണ് BJP ആരോപിക്കുന്നത്. അതുമായി ജാൻമണിക്ക് ഇത് എന്താ സംഭവിച്ചത്? എനിക്ക് ജാൻമണിയുടെ പാട്ട്, വീഡിയോ, അതുപോലെ മേക്കപ്പ് ഒക്കെ ഇഷ്ടമാണ്. പ്രശസ്തയായ മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ജാൻമണി. അതുപോലെ ദില്ലിയിലെ ആ സമരത്തിലും ജാൻമണി പങ്കെടുത്തു. അപ്പോൾ ജാൻമണിക്ക് നല്ലൊരു ഇമേജ് ആയി തുടങ്ങിയതായിരുന്നു. പക്ഷേ ജാൻമണി തന്നെ ആ ഒരു ഇമേജ് ഇപ്പോൾ ജാൻമണിയുടെ കയ്യിലെ തെറ്റുകൊണ്ട് തന്നെ അത് പോയിരിക്കുന്നു അല്ലേ? ആ ഇമേജിന് കോട്ടം തട്ടിയിരിക്കുന്നു. ഇന്ത്യയുടെ പരമോന്നത പദവിയിലിരിക്കുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രിയെ അവഹേളിച്ചു അല്ലേ? അപ്പോൾ അദ്ദേഹത്തിൻ്റെ പിതൃത്വത്തെ ചോദ്യം ചെയ്തു ജാൻമണി. എന്തായാലും ജാൻമണി, താങ്കൾ അങ്ങനെ ചെയ്തത് ഒട്ടും ശരിയായില്ല. താങ്കൾക്കൊരു വിലയുണ്ടായിരുന്നു. താങ്കളൊരു പ്രശസ്തയായ മേക്കപ്പ് ആർട്ടിസ്റ്റാണ്. താങ്കൾ അറിയപ്പെടുന്ന ഒരു കലാകാരിയും നർത്തകിയൊക്കെയാണ്. പക്ഷേ താങ്കളുടെ വീഡിയോസ് എല്ലാം കാണുമ്പോൾ അല്ലേ, എല്ലാവർക്കും അതൊരു സന്തോഷം, അല്ലെങ്കിൽ താങ്കൾ പാട്ട് പാടുന്നു, അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ നമുക്കൊരു ഹാപ്പിനെസ് ആയിരുന്നു. പക്ഷേ താങ്കളുടെ ഈ ഒരു പരാമർശം വളരെ മോശമായിപ്പോയി. അത് ഒന്നുമല്ലെന്നല്ല, പ്രധാനപ്പെട്ട ആളാണ്. ഇന്ത്യൻ പ്രധാനമന്ത്രി എന്താ ചെറിയ ആളാണോ? അയാളൊരു പ്രധാന പദവിയിലിരിക്കുന്ന ഒരു ആളാണ്. അപ്പോൾ അദ്ദേഹത്തെ നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല. നമുക്ക് വിമർശിക്കാം, മാന്യമായ ഭാഷയിൽ നമുക്ക് വിമർശിക്കാം തീർച്ചയായിട്ടും. പക്ഷേ ഇങ്ങനെയുള്ള വാചകങ്ങളൊന്നും പ്രയോഗിക്കാൻ പാടില്ല. എന്തായാലും ജാൻമണി ഇപ്പോൾ വലിയൊരു അബദ്ധം പറ്റിയിരിക്കുന്നു അല്ലേ? ജാൻമണി മാപ്പ് പറയുകയും ചെയ്തു. എന്നാൽ പോലും പറയുന്ന വാക്കുകൾ നമുക്ക് അത് തൊടുത്ത് വിട്ടിട്ട് പിന്നെ എടുത്തു കളയാൻ പറ്റില്ല അല്ലേ? അപ്പോൾ അതെപ്പോഴും ജാൻമണി സൂക്ഷിക്കുക. ഇനിയുള്ള ജാൻമണിയുടെ ലൈഫിലെങ്കിലും സംസാരിക്കുന്ന വാക്കുകൾ കൃത്യമായി പ്രയോഗിക്കുക കേട്ടോ. അല്ലാതെ കാണുന്ന പോലെ എന്തും വിളിച്ച് പറയാൻ പാടില്ല. ജാൻമണി ചിന്തിക്കുക. ഓക്കെ. ജാൻമണിയുടെ എല്ലാ വീഡിയോയും എനിക്കിഷ്ടമാണ്, പാട്ടൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ജാൻമണിയുടെ ഈ ഒരു പരാമർശം എനിക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല. എന്തായാലും ജാൻമണിക്ക് തെറ്റുപറ്റി, ജാൻമണി തിരുത്തുക. ഓക്കെ, താങ്ക് യു.